ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. പെരുന്നാൾ തലേന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിയുടെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. കുഞ്ഞ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത്. അത് കാരണം ഞാൻ ഉറങ്ങിയെങ്കിലും ഇട്ട് കൊടുക്കുവാണേ. രാവിലെ തന്നെ പള്ളിയിൽ പോകാനായിട്ട് ഉപ്പാനെയും ഉമ്മച്ചിനെയും കൂട്ടാൻ വന്നതാണ് കേട്ടോ ഇക്കാക്ക. ഇക്കാക്കയുടെ മാമാടെ തറവാട് വീടാണ് കേട്ടോ ഇത്. ഇതൊരു പഴയ വീടാണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുണ്ട്. എനിക്ക് വീട് എപ്പോൾ കണ്ടാലും ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുവേ. വീട് പോലെ തന്നെ ഒരുപാട് വർഷം ഈ കുളത്തിനും പഴക്കമുണ്ട് കേട്ടോ. പെരുന്നാളിൻ്റെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ വറുത്തത്. പിന്നെ നല്ല സുഖണ്ടാ. ഓ ബാബുക്കുട്ട സൂപ്പറായല്ല. മാല ഇത് മാത്രല്ല കേട്ടോ, അതെ അന്ന് വാങ്ങിച്ച മോതിരമുണ്ട്. ആജ മേടിച്ചല്ലേ ബർത്ത്ഡേക്ക്. ഒന്നോ കുഞ്ഞാടെ മൈലാഞ്ചി കാണിച്ചില്ലല്ല. മൈലാഞ്ചി കാണിച്ചേ. വാ, ഉറങ്ങിയിട്ട മൈലാഞ്ചിയാണ് ഞങ്ങളത്. കുഞ്ഞ അറിഞ്ഞു പോലും ഇല്ല ഏതാ മൈലാഞ്ചി ഇട്ടേ, എങ്ങനെ ഇട്ടേ. കിടന്നുറങ്ങി ഞങ്ങള് മൈലാഞ്ചി ഇട്ട്. പെരുന്നാപ്പടി വിതരണം കെട്ടണ്ട. ആ കെട്ടിന്റെ ബാക്കി പൈസ എനിക്കായിരിക്കില്ലേ. ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഞങ്ങൾ കൊടുക്കും. ബാക്കി പൈസ ഉമ്മച്ചിക്കാടാ. ബാക്കി പൈസ മൊത്തം ഞാൻ പുട്ടടിക്കും. ഞാൻ പൈസ പേഴ്സി വെക്കാൻ പോണാ വെച്ച്. ഈ പൈസ വെച്ചോണ്ട് എനിക്ക് കൊറേ സാധനങ്ങൾ വാങ്ങിക്കണം. ഷൂ വാങ്ങിക്കണം, പിന്നെ ഡ്രസ് വാങ്ങിക്കണം, പിന്നെ ഹെയർ ബാൻഡ് വാങ്ങിക്കണം, പിന്നെ ബോ വാങ്ങിക്കണം, പിന്നെ എനിക്ക് വീട്ടിലെ ഡ്രസ് വാങ്ങിക്കണം, മൈലാഞ്ചി വാങ്ങിക്കണം. ഇതൊക്കെ മേടിക്കണോ അല്ലേ? പിന്നെ ഇതെന്തിനാ പൈസ ഉമ്മച്ചിക്ക് തരാനാണല്ലേ? എനിക്ക് ബർത്ത്ഡേക്ക് പൊട്ടിക്കാനുള്ളതാ. അമ്പടോ, ഉമ്മക്ക് തരൂലേ? നമുക്ക് ഓ കുഞ്ഞാടെ ഫോട്ടോ കാണിച്ചു നോക്കട്ടെ. പെണ്ണ ആകാശത്ത് കയറുന്നു. ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന്. ബിരിയാണി ഉണ്ടാക്കാനുള്ള അടുപ്പിലാണ്. മജി ഏണി ചേറിയിട്ടുണ്ട്. അടുത്ത പെരുന്നാപ്പൊടി വിതരണം ഉമ്മച്ചിയുടെ വക. ഇത് എന്നാ നോക്കിയാ എത്ര തന്നെങ്ങനെ? 100 ആണോ? എത്രയാണ്? വാ, ഉമ്മോടുക്ക് ഉമ്മോടുക്ക്. ആ ഇതെന്താണ് കുഞ്ഞാക്ക് താഴെ? എന്തൊരു ബഹുമാനം. ആപ്പക്കുട്ടന്റെ പെരുന്നാപ്പടി. അപ്പൊ ഏഴ്സിൽ സൂക്ഷിച്ചു വെച്ചോളണം കേട്ടോ. 200 രൂപ. കഴിഞ്ഞ പെരുന്നാളിന് ആജ എത്ര തന്നപ്പോ? അങ്ങനെ ആജ ഉമ്മച്ചിക്കൊരു പൈസ കൊടുക്കുവാണ് കേട്ടോ. എത്ര രൂപ ഉമ്മച്ചി കൊടുത്തേ? 500 2 കൊടുത്തപ്പോ 1000 രൂപ ഒരു കൊടുത്തേ. അങ്ങോട്ട് കൊടുക്ക്. എണ്ണ ഉണ്ടാക്കി തന്നേരേ.
600 രൂപ എടുത്തിട്ടുണ്ട്. കുഞ്ഞാക്ക് ഇഷ്ടപ്പെടില്ല കേട്ടാ. കുഞ്ഞാടെ മുഖമൊക്കെ മാറുന്നുണ്ടേ. കുഞ്ഞോക്കിയപ്പോഴേ കുറെ കാശുണ്ടല്ലോ. എന്നതാ ഇത് മുടി കെട്ടിച്ചാണ് പപ്പാനെ കുഞ്ഞി സുന്ദരിയാക്കുക. സുന്ദരിയാക്കും. കുഞ്ഞാ എന്തൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അപ്പാക്ക് ഇത്ര മുടിയുണ്ട്. മിടുക്കിയാക്കി. എങ്ങനെയിരുന്ന മനുഷ്യനാ? എന്താ വീരശൂര പരാക്രമി പറഞ്ഞു. ഇപ്പൊ പരാക്രമിയായി കുഞ്ഞാടെ മുന്നിൽ. എല്ലാം വല്യാപ്പാരുടെ അവസ്ഥ ഇതാ അല്ലേ കുഞ്ഞാപ്പി? ആ ഇനി പ്ലേ സ്കൂളിൽ വിടാം പപ്പാനെ കേട്ടാ. കുഞ്ഞിന്റെ വക പോവാണോ? എത്ര രൂപയാണ്? എത്ര രൂപ വേണം? ഏറ്റവും കുറവ് വന്നേക്കണം. എത്ര? 100. Wow, good girl. അടുത്തതിന്. നല്ല അടിപൊളി 100 രൂപയാണ്. നമ്മുടെ പൈസക്ക് വിലയില്ല കേട്ടോ. പാപ്പിക്ക് ഞാൻ ഏറ്റവും കുറവ് പൈസ അമ്പച്ച് തന്നേക്കണല്ലേ. ബിരിയാണി എല്ലാം കഴിച്ച് ഇക്കാക്കാടെ കിളി പകുതി പോയി കിടക്കുവാണ് കേട്ടോ. കുഞ്ഞാടെ സമ്മാനമല്ല കുഞ്ഞ പ്രസാദം മേടിക്കണ പോലെയാ. അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിക്കണ പോലെയാണ് മേടിക്കുന്നത്. വീട്ടിലെ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ ഇത്താടെ വീട്ടിൽ പോയിട്ടോ. ഇവൻ ഫ്രണ്ട്സിനെ കാണാൻ പോകും. നിനക്ക് പോകാല്ലേ? ഫ്രണ്ട്സിനെ മീശയൊക്കെ വന്നേക്കടൊക്കെ വാങ്ങിക്ക്. കിണറൊന്ന് മാറി. ഭാഗ്യെടുത്തോലെ ആദ്യം താഴോട്ടോ പിന്നെ എവിടെ ഒന്നും. എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പാപ്പുവിനും കുഞ്ഞിക്കും നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പെരുന്നാൾപ്പൊടി കിട്ടി. ഞങ്ങളെല്ലാവരും എൻ്റെ ഇത്താടെയും മക്കളുടെയൊക്കെ കൂടെ നല്ല സന്തോഷമുള്ള കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നേ. ഇത്താടെ വീട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ശിവരാത്രി മണപ്പുറത്തേക്കാണേ. എല്ലാ വർഷവും അവിടെയൊന്നും പോയി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഇപ്രാവശ്യം നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേവരെ ശിവരാത്രി മണപ്പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രാത്രി ഒന്ന് അവിടെയൊക്കെ കറങ്ങി കണ്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോണ കുഞ്ഞായാണ് കേട്ടോ. കുഞ്ഞ ആ ടോയ്സിന്റെ ഷോപ്പ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങളെല്ലാവരെയും വലിച്ചുകൊണ്ട് പോവുകയാണേ. ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോയത് വെറുതെ ആയില്ല. അവൾ ആഗ്രഹിച്ച മാജിക് സ്ലേറ്റ് മേടിച്ചു കേട്ടോ. ഇതേപോലത്തെ 2-3 എണ്ണം വീട്ടിലിരിപ്പുണ്ട്. എന്നാലും എവിടെയെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെയും മേടിക്കണം. എവിടെ ചെന്നാലും ഏത് എക്സിബിഷനിൽ ചെന്നാലും ഇക്കാക്കാട് എന്റർടൈൻമെന്റ് ഇതാണ് കേട്ടോ. ഭാഗ്യം പരീക്ഷിക്കല്. എന്തായാലും ഭാഗ്യം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇന്നേ വരെ കറക്റ്റായിട്ട് ഒന്നും കൊണ്ടിട്ടില്ല.
ഈ പെരുന്നാൾ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.